മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ പരുക്കൻ സ്വഭാവം നീണ്ട 10 വർഷം ജനങ്ങളോട് പെരുമാറിയത്, മാധ്യമപ്രവർത്തകരോട് പെരുമാറിയത് അത് ഇപ്പോൾ ചർച്ചയാകുകയാണ്. ഇത് ഏറ്റവും ഒടുവിൽ അമ്പൂരിയിലെ കൊച്ചു പെൺകുട്ടിയോട്, 25 വയസ്സുകാരി പെൺകുട്ടിയോട്, പഞ്ചായത്ത് അംഗമായ പെൺകുട്ടിയോട് വളരെ മോശമായി പെരുമാറിയത്, പിന്നെ അദ്ദേഹത്തിൻ്റെ മൈക്കിനോടുള്ള പിണക്കം, മൈക്കിന് അദ്ദേഹത്തോടുള്ള പിണക്കം, അദ്ദേഹം എന്ന പരുക്കൻ, അദ്ദേഹം എന്ന വ്യക്തി ഇനി വോട്ട് കിട്ടണമെങ്കിൽ ഇദ്ദേഹത്തെ മുന്നിൽ നിർത്തിയാൽ, ഇദ്ദേഹത്തിൻ്റെ മുഖം കാണിച്ചാൽ വോട്ട് കിട്ടില്ല എന്ന കാര്യം പാർട്ടിക്കകത്ത് അല്ലെങ്കിൽ സംസ്ഥാനത്തുടനീളം ജനങ്ങളുടെ ഇടയിൽ ചർച്ചയായിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ മുഖം കാണിച്ചാൽ വോട്ടിടാൻ വരുന്നവർ വോട്ടിടാതെ പോകും, ഇദ്ദേഹത്തെ കൊണ്ടുപോകരുത്, പാർട്ടി പരിപാടികൾ പോലും ഇദ്ദേഹത്തെ അടുപ്പിക്കരുത് എന്ന രഹസ്യ നിർദ്ദേശം പാർട്ടിക്കകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി PR വർക്ക് ചെയ്യുന്ന പരിപാടിയുണ്ട്. TK രാജീവ് കുമാർ എന്ന് പറയുന്ന സിനിമാ സംവിധായകൻ, മോഹൻലാലിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ആണ് ഈ അഭിമുഖം ചെയ്തിരിക്കുന്നത്. TK രാജീവ് കുമാർ മലയാള സിനിമയിൽ ഒരു കാലത്ത് തിളങ്ങി എന്ന ഒരു സംവിധായകനാണ്. അദ്ദേഹത്തിന് ഈ രാഷ്ട്രീയമൊന്നുമില്ല, അദ്ദേഹം ഇത്തരത്തിലുള്ള വർക്കുകളൊക്കെ അദ്ദേഹത്തിന് ഏൽപ്പിക്കുന്നു. PRD പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റാണ് ഇതിൻ്റെ പിന്നെ നിർമ്മാണ ചുമതല എടുത്തിരിക്കുന്നത്. നമ്മുടെ കാശെടുത്താണ് ഇത് ചെയ്തിരിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ചാണ് ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും. പക്ഷേ ഇപ്പോൾ മോഹൻലാൽ ഇത്തരത്തിൽ ഇന്റർവ്യൂ ചെയ്യുന്നത് ഇത് ആദ്യമായല്ല. ഇതിനു മുൻപ് 2011 നമ്മുടെ ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ ഇതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് ഒരു ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്ന് ഇത്തരത്തിൽ കേരളത്തിലെ കുറിച്ചുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അവരെ കുറിച്ചുള്ള വിവാദങ്ങൾ ഇതെല്ലാം ചോദ്യത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് ഏറെ ശ്രദ്ധേയമായിരുന്നു. പക്ഷെ ഇന്നിതൊന്നുമില്ല.